ുള്ള ഒരു ഉത്തരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇന്നേതായാലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ കർണാടക ഗവൺമെന്റ് രണ്ടാമത് ഡ്രഡ്ജിങ്ങിന്റെ കാര്യത്തിൽ അങ്കോല ടിവിയിൽ അവിടുത്തെ ഫിഷറീസ് മന്ത്രിയും MLA-യും SP-യും കളക്ടറും പങ്കെടുത്ത മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് വെച്ച് രണ്ടാമത് പിറ്റേ ദിവസം പറഞ്ഞ് 1 കോടി ചെലവ് വരും, ഡ്രഡ്ജിങ് കൊണ്ടുവരാൻ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ അർജുന്റെ ഫാമിലി എന്നെ കോൺടാക്ട് ചെയ്തു. ബഹുമാനനായ കോഴിക്കോട് MP MK രാഘവട്ടന്റെ കൂടെ ബാംഗ്ലൂരിൽ പോയി കർണാടക മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചപ്പോൾ ആ നിമിഷ നേരം കൊണ്ടാണ് അദ്ദേഹം ആ വലിയ ഫണ്ടിന്റെ കാര്യത്തിൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവ് നൽകിയത്. ഏതായാലും നമ്മുടെയൊക്കെ ഒരു ടീം വർക്കിന്റെ ഭാഗമായി വലിയ രീതിയിൽ നമുക്കൊക്കെ ഈ സന്ദർഭത്തിൽ സന്തോഷം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്ക് അർജുനെ നഷ്ടപ്പെട്ടു. എന്നാലും നമുക്കിതൊരു ഉത്തരമില്ലാണ്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനും നമ്മളൊരു വേട്ടയാടലായ ജീവിതത്തിൽ അത് മാറുമായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് അർജുനെയും അട്രാക്കിനെ കണ്ടെത്തി എന്നുള്ളത് ദൈവത്തിന് നന്ദി. വലിയ ആ നിലയ്ക്കൊരു